ഇനിയും നീളുമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ആൻഡോ, നാളെ കൊണ്ട് ഈ കാര്യത്തിന് തീരുമാനമായില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് പറയാം. ഒന്ന്, ഈ കോൺഗ്രസ്സിന് ഒരു ഇലക്ഷന് മുൻപ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇലക്ഷന് മുൻപ് കോൺഗ്രസ്സിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ പോയ കാരണം എന്ന് പറയുന്നത് ഇവർ 3 പേർ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അത് എങ്ങനെയോ നമ്മൾ മറക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരും അണികൾ ഇട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇലക്ഷന് മുമ്പ് ഒരു സിംഗിൾ മാൻ ഇലക്ഷൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഒറ്റ കാര്യമുള്ളൂ. രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ 3 പേരും ഈ കാര്യത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ വി ഡി സതീശൻ്റെ കേരള യാത്ര തുടങ്ങിയതുണ്ട്. കാരണം എന്താണ്, ആരാണ് ഇതിനെ നേതൃത്വം വഹിക്കുന്നതെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം കേരള യാത്ര പ്രഖ്യാപിച്ചു, കേരള യാത്ര നടത്തി. എന്നിട്ട് അദ്ദേഹം ഒരു പ്രതിനിധി ഉണ്ടാക്കി, എന്താണ് ഞാനാണ് നയിക്കാൻ പോകുന്നത് എന്നുള്ള പ്രതിനിധി ഉണ്ടാക്കി. അതിന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കെ പി സി അധ്യക്ഷൻ അന്ന് സണ്ണി ജോസഫ് പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ ഇടതുപക്ഷം കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് അടിയുണ്ടാകും എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾ എന്തു പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞു ഇലക്ഷന് ശേഷം. ആര്? സണ്ണി ജോസഫ്. അതാണ് സത്യം. ഇവർ 3 പേരും ഇലക്ഷൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്ന് വരുത്തി തീർക്കുന്നതാണ് ആദ്യത്തെ നാടകം എന്ന് പറയുന്നത്. ഇതാരാ കളിക്കുന്നതെന്നറിയോ? ഈ പറയുന്ന 3 നേതാക്കന്മാർ തന്നെയാണ്. ഒരാളെയും അതിനകത്ത് കുറ്റം പറയേണ്ടതില്ല. അതിനകത്ത് നല്ലവൻ വി ഡി സതീശനാണ്, മോശക്കാരൻ പിന്നെ കെ സി വേണുഗോപാലാണ്, അതിനകത്ത് നിഷ്പക്ഷനായി രമേശ് ചെന്നിത്തലയാണ് എന്ന് പറയുന്നത് ഒക്കെ നാടകമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയം കാണുന്നത് അപകടകരമായ രാഷ്ട്രീയത്തിലേക്കാണ് കേരളം പോകുന്നത്. അപകടകരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ലീഗിനെ കേരളത്തിൽ നല്ലൊരു വിജയം സമ്മാനിച്ച ലീഗിനെ വർഗീയ പാർട്ടിയാക്കി ചിത്രീകരിക്കാനുള്ള അവസരം കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഡൗട്ടും അക്കാര്യത്തിനകത്തോടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗ് തീരുമാനിക്കുന്നു എന്നാണ്. കെ സി പക്ഷം പറയുന്നു, ലീഗ് തീരുമാനിക്കുന്നു. വി ഡി സതീശൻ പക്ഷം പറയുന്നു, ലീഗ് തീരുമാനിക്കും. എന്താണെന്നേ, വയനാട്ടിലെ ലീഗിൻ്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിക്ക് കത്തയച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലീഗ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അല്ലേ? ഈ കേരളത്തിലും കർണാടകയിലും മന്ത്രി പാണക്കാട് വന്ന് കെ സിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ലീഗ് ഇടപെടുന്നു എന്നുള്ളതാണ്. എനിക്ക് ലീഗിനോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, നിങ്ങൾക്കെതിരെ ചാപ്പ കുത്തുന്നതിന് എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് വെട്ടി തുറന്ന് പറഞ്ഞോളൂ. നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ പറയണം. കേരളത്തിൽ ഇന്നയാൾ മുഖ്യമന്ത്രി ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നയാൾ മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ AICC എടുക്കുന്ന തീരുമാനമാണോ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. AICC എടുക്കുന്ന തീരുമാനമായി ഞങ്ങൾ മുന്നോട്ട് പോകും, ആ മുഖ്യമന്ത്രിയെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? കേരളത്തിലെ BJPയും ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും ഈ പറഞ്ഞ ഹിന്ദു പാർട്ടികളും എല്ലാം കൂടി വന്ന് പറയാൻ പോകുന്നതറിയോ? കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ലീഗാണ് എന്നുള്ളത്. എന്താ ലീഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ അതൊരു മതേതര പാർട്ടി എന്നുള്ള നിലയ്ക്കല്ല ലീഗിനെ പറയുന്നത് കേട്ടോ. അതെന്താണ്? ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്, കേരളത്തിലെ മുസ്ലിങ്ങളാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ പറയിക്കാൻ വേണ്ടിയിട്ടാണ്. ലീഗ് മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അത് ലീഗ് ആ ഒരു വലിയ കുഴിയിൽ പോയി ചാടുക എന്നുള്ളതിനൊക്കെ അപ്പുറമുണ്ട്. ഇന്നിപ്പം മലപ്പുറത്തെ ലീഗിൻ്റെ പ്രസിഡന്റ് പറയുകയാണ്, ഞങ്ങൾക്ക് കവലകളിൽ പോകാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് മരണ വീട്ടിൽ പോകാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ കഴിയുന്നില്ല. എല്ലായിടത്തും ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്രയും 102 സീറ്റ് തന്ന് അധികാരത്തിൽ തരാൻ തീരുമാനിച്ചത്? നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടാണ്? അത് ലീഗിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല കേട്ടോ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് മുഴുവൻ, കോൺഗ്രസ് അണികളോട് മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് ജിൻഡോ ജോണിനോട് ഷാഫി ചാലിയും ചോദിക്കുന്നുണ്ട്, പനി പിടിച്ച കടുവേനെ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നാണ് പറയുന്നത്. പനി പിടിച്ച കടുവേനെ പോലെ, അത് ഒരു നേതാവിനോടാണ് പറയുന്നതെന്ന് ഓർക്കണം. അത് അദ്ദേഹം കേട്ട് മിണ്ടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാൻ പറ്റാത്തത്? അവർക്ക് അതിന് മറുപടിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ച് കളിക്കുന്ന രാഷ്ട്രീയമുണ്ടല്ലോ, അത് വളരെ മോശമാണ്. നിങ്ങൾക്കറിയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, 3 മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ നിയമസഭയിൽ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയിലല്ലേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണ്ടേ? ആരെങ്കിലും 2 പേര് വിട്ടുവീഴ്ച ചെയ്യണ്ടേ? ഒന്നിൽ കെ സി വേണുഗോപാൽ വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ വി ഡി സതീശൻ വിട്ടുവീഴ്ച ചെയ്യണം. ഇതൊരു മുട്ടിയായി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതിനെ ഞാൻ ഒരു ഇഞ്ചിന് പോയിട്ടോട്ടെ, ഞാൻ വേണമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞ് വി ഡി സതീശൻ നിൽക്കുകയാണ്. ഈ പറഞ്ഞ കെ സി വേണുഗോപാലെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്? എനിക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ അവിടുന്ന് ഈ പറഞ്ഞ 7 വർഷം ഇന്ത്യയുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നയിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി ഇരുന്ന ആൾക്ക് എനിക്കൊരു ഡീസൻറ്റ് എക്സിറ്റ് പറയുന്നതിൻ്റെ അകത്തും ലോജിക്കുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം പറയുന്നതിൽ ലോജിക്കുണ്ട്. കഴിഞ്ഞ 2016 തുടങ്ങി 2021 വരെ ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു. അന്ന് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം എന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ക്രൂശിച്ചത്. എനിക്ക് മുഖ്യമന്ത്രിയാണെന്നതിന് ലോജിക്കുണ്ട്. പക്ഷേ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണ്ടേ? അല്ലേ? അല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ് കേരളത്തിൽ രാഷ്ട്രീയം നടത്തിക്കൊണ്ട് പോവുക.
ആണോ? നിങ്ങൾ കേരളത്തിലെ എല്ലാ മന്ത്രിമാരെയും ചോദ്യം ചെയ്യില്ലേ? ധനവകുപ്പ് ചെറിയ വകുപ്പാണോ? ആഭ്യന്തര വകുപ്പ് ചെറിയ വകുപ്പാണോ? ഈ പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലെ കർണാടകയിൽ എങ്ങനെയാണ് സംവിധാനം കൊണ്ടത്? സിദ്ധരാമയ്യയല്ലേ അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? അവിടുത്തെ DK ശിവകുമാറിനെ അവർ കൈകാര്യം ചെയ്തില്ല. ഇതെന്താ സംഭവം എന്നറിയോ? ഉപമുഖ്യമന്ത്രി ചർച്ച പോലും മുന്നോട്ട് വെക്കുന്നതിനേക്കാളും അപ്പുറം ഒറ്റപ്പിടിവാശിയിൽ നിൽക്കുകയാണ്. ഇതാണോ ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനം എടുക്കുമെന്ന് പറയുന്നത്? ഇതൊരു കപട രാഷ്ട്രീയമാണെന്നേ. ഈ കപട രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തറിയോ? ഞാൻ ജനങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു നേതാവ് പഠിച്ച പണി മാറ്റി എടുക്കുകയാണ്. എന്തിനാണ് മെയിലയപ്പിക്കുന്നത്? ഗ്രൂപ്പ് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ടാണോ? ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ VD സതീശന് വേണ്ടി ഇറങ്ങുന്നത്. ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് KC വേണുഗോപാലിന് വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നത്. ഇത് ഉള്ള സാധനം ഇല്ല എന്ന് പറയുന്നത് ഏത് ലോജിക്കിൻ്റെ അർത്ഥത്തിലാണ്? അപ്പം എന്താണ് ചെയ്യാൻ കഴിയുക? AICCക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രം. അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അരാഷ്ട്രീയം എന്ന് പറയുന്നത്. മനസ്സിലായി? ഒരു സംവിധാനം എന്ന് പറയുന്ന ആരാ? ആ സംവിധാനം എന്ന് പറയുന്നത് ആ നേതൃത്വമാണ്. ഒന്നിൽ ഈ നേതൃത്വ വിശ്വാസത്തിലെടുക്കണം. അങ്ങനെയല്ലേ സംവിധാനം ചെയ്യുക? AICCൻ്റെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൽ വിശ്വാസം എടുക്കണം. അല്ലെങ്കിൽ സോണിയാഗാന്ധിനെയും രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും വിശ്വാസം എടുക്കണം. ആ വിശ്വാസത്തിലെടുത്ത് ഇവർ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുള്ളൂ എന്ന് വിശ്വസിക്കണം. ഇവരെ വിശ്വസിക്കാതെ കേരളത്തിൽ മാത്രം കോൺഗ്രസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ നാഷണൽ ലീഡറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുതിർന്ന നേതാവാണ്. എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ പോസ്റ്റുകൾ. കാരണം രമേശ് ചെന്നിത്തലയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മുഖ്യമന്ത്രിയായി. രമേശ് ചെന്നിത്തല മാത്രമേ മുഖ്യമന്ത്രിയാകത്തുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ മമതാ ബാനർജി അടക്കമുള്ളവരൊക്കെ മുഖ്യമന്ത്രിയായി. അപ്പോൾ അദ്ദേഹത്തിനും ക്ലെയിമുണ്ട്. ഇതെല്ലാം നോക്കി അവർ ഉചിതമായ തീരുമാനമെടുക്കാൻ AICCക്ക് വിട്ടുകൊടുക്കണ്ടേ? അതെന്തുകൊണ്ട് ഈ നേതാക്കന്മാർ ചെയ്യുന്നില്ല? അവരിൽ എന്തുകൊണ്ട് ലീഗിനെ വെച്ച് പ്രശ്നം ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ലീഗ് എന്ന് പറയുന്ന സാധനം ലീഗ് ധർമ്മ സംഘടനയാണ് കേട്ടോ. ലീഗിന് ഒരു കാര്യം മിണ്ടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മിണ്ടിയാൽ അത് പ്രശ്നമാവും. ലീഗിന് എന്താണ്? ആ ലീഗ് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും പ്രശ്നമാവും എന്നുള്ള രീതിയിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിനകത്ത് പെടാതെ കിട്ടുന്ന PJ ജോസഫ് മാത്രമാണ് കേട്ടോ. PJ ജോസഫിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരും വലിയ ധർമ്മസങ്കടത്തിലാണ്. കാരണം അവരും ഈ 102 MLA ജയിച്ചു വന്ന UDFൻ്റെ 102 MLA ധർമ്മസങ്കടത്തിലാണ്. അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുക? ആരുടെ കൂടെ നിൽക്കും? KC വേണുഗോപാലിനെ നിൽക്കണോ? VD സതീശൻ്റെ കൂടെ നിൽക്കണോ? രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കണോ? മൂന്ന് പേര് അവർക്ക് ഒരുപോലെയാണ്. ഈ പറയുന്ന 102 മണ്ഡലങ്ങളിൽ 85 മണ്ഡലങ്ങളോളം KC വേണുഗോപാൽ ഓടി നടന്ന് പണിയെടുത്തിട്ടുണ്ട്. 56 മണ്ഡലങ്ങളോളം VD സതീശൻ ഓടി നടന്ന് പണിയെടുത്തിട്ടുണ്ട്. ഏകദേശം 47-50 മണ്ഡലങ്ങളിൽ രമേശ് ചെന്നിത്തല ഓടി നടന്ന് പണിയെടുത്തിട്ടുണ്ട്. ഒരേ മണ്ഡലത്തിൽ 3 നേതാക്കന്മാർ വന്ന് പണിയെടുത്ത MLA ഇവരെന്താ ചെയ്യേണ്ടത്? അബ്ബാസ് അലി തങ്ങളും ഈ പറയുന്ന സാദിഖ് അലി ശിഹാബ് കുഞ്ഞാലിക്കുട്ടിയും പോയി നിന്ന് വിജയിപ്പിച്ച മണ്ഡലങ്ങളുണ്ട്. അത് ലീഗിന് സ്വാധീനമുള്ള സ്ഥലത്ത് അങ്ങനെയാണ്. ഈ പറഞ്ഞ കളമശ്ശേരി അടക്കം കോൺഗ്രസ് പണിയെടുത്തുകൊണ്ട് ലീഗ് ജയിച്ച മണ്ഡലങ്ങളാണ് അല്ലേ? കോൺഗ്രസ് വിചാരിക്കുക ലീഗിനെ തോപ്പിച്ചളയാം എന്ന് കളമശ്ശേരി വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ തോറ്റേനെ. അപ്പോൾ കോൺഗ്രസ് ലീഗ് മാത്രം വിചാരിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നതെന്നും കോൺഗ്രസ് വിചാരിച്ചുകൊണ്ടതല്ല. സർക്കാരിനെതിരായ വികാരം UDFന് അനുകൂലമായി വന്നതുകൊണ്ട് 102 സീറ്റ് കിട്ടി. ഇത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഇത് എൻ്റെ മാത്രം കഴിവാണ്, ഇത് ഞാൻ മാത്രം ചെയ്തതാണ് ശരി, ഞാൻ മാത്രമാണ് കേരളത്തിന് മുഖ്യമന്ത്രിയായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നാളെ രാവിലെ NSSൻ്റെ സുകുമാരൻ നായർ വന്നിട്ട് പറയുകയാണ് VD സതീശൻ മുഖ്യമന്ത്രി ആകണ്ടെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ പറയുന്ന കോൺഗ്രസ് സുകുമാരൻ നായർ വന്നിട്ട് KC വേണുഗോപാൽ പണ്ട് പറഞ്ഞ പോലെ താക്കോൽ സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വരട്ടെ, അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല വരട്ടെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അതേ നിലപാട് തന്നെയായിരിക്കും ഇവിടെയുള്ളത്. പാണക്കാട് ശിഹാബ് അലി തങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസിഡന്റിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ഒരു സമുദായ നേതാവും കൂടിയാണ്. അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ കൈകാര്യം ചെയ്തു പോകുന്ന സമയത്ത് അവർ ഇന്നേ വരെ എടുത്ത നിലപാട് ഇത് ബാബറി മസ്ജിദ് തകർത്ത കാലം തുടങ്ങി അവരെടുക്കുന്ന വരുന്ന നിലപാടുണ്ടല്ലോ, നിരപേക്ഷത നിലപാട്. ആ നിലപാട് എന്ന് പറയുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം ഇടപെടുന്നില്ല എന്ന് ശക്തമായി വന്ന് മുന്നിൽ പറയണം. അതോടുകൂടി അവസാനിക്കും. അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? AICCക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ പറ്റില്ലേ? PJ ജോസഫ് ഒന്ന് പറയണം, ഞങ്ങൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഞങ്ങൾ നിലപാടെടുക്കുന്നില്ല, അവർക്ക് ആരെയും തീരുമാനിക്കുക, അവർ നമ്മൾ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞാൽ AICCക്ക് സ്വതന്ത്രമായ നിലപാടെടുക്കാം. ആ നിലപാടെടുക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? ആ പറ്റാത്തതിന് കാരണങ്ങൾ ഇവരുടെ പാർട്ടിയുടെ അണികളെ പേടിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പേടിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലീഗിൻ്റെ അണികളെ പേടിക്കുന്നു, കേരള കോൺഗ്രസ് അണികളെ പേടിക്കുന്നു. അത് ജനവികാരം എതിരായി പോയാലോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അപ്പം ഞാൻ നാളെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവർ ഒറ്റ നിലപാട് സ്വീകരിക്കാതെ ഒരാൾ മുഖ്യമന്ത്രിയായെന്ന് പറയാം, ലീഗ് വിചാരിച്ചൊരു മുഖ്യമന്ത്രിയായാൽ ആ മന്ത്രിസഭയുടെ അവസ്ഥ എന്തായിരിക്കും? അവരാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? കൂട്ടുത്തരവാദിത്തോടുകൂടി ഒരു സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ? അതുപോലെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം. നമ്മളിവിടെ 4 പേരുണ്ട്, നമ്മൾ 4 പേരും ഞാനാണ് ആദ്യം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അവസ്ഥ എന്താ? ഈ അടിയും ബഹളവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനാണ് ആദ്യം സംസാരിക്കുക, നിങ്ങൾ മിണ്ടണ്ട എന്ന് ഒരാളൊക്കെ പറയുകയാണ്.
എനിക്ക് സുനിൽ പറയാണ് ഞാൻ ആദ്യം സംസാരിക്കും, സ്മൃതിമേട പറയും ഞാൻ ആദ്യം സംസാരിക്കും, മാധു പറയും ഞാൻ ആദ്യം സംസാരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ആരാ തീരുമാനം എടുക്കാൻ പറ്റുക? വേറെ ഒരാൾ വന്നിട്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ? തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ എന്താ പറയുന്നറിയോ, ഈ ഭരണവിരുദ്ധ വികാരം ഭരണത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുന്നേ വന്നു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം കോൺഗ്രസ് ഭരണത്തിൽ വരുന്നതിന് മുന്നേ വരണം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ഈ നേതാക്കന്മാരെ ബഹുമാനിക്കാൻ പഠിക്കുന്നേ. നേതാക്കന്മാരെ നിങ്ങൾ വി ഡി സതീശനെ ബഹുമാനിക്കൂ, നിങ്ങൾ കെ സി വേണുഗോപാലിനെ ബഹുമാനിക്കൂ, നിങ്ങൾ രമേശ് ചെന്നിത്തലയെ ബഹുമാനിക്കൂ. ഇവരെ 3 പേരെയും ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ACCക്ക് തീരുമാനം എടുക്കാൻ കഴിയും. തീരുമാനം എടുക്കാൻ കഴിയില്ലേ? ACC എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ അത് തിരുത്താൻ പിന്നീട് സമയമുണ്ടല്ലോ. 5 വർഷം കിടക്കല്ലേ? 5 വർഷം കിടക്കല്ലേ? ഇന്നോടുകൂടി അവസാനിക്കുന്നുണ്ടോ? തീരുമാനം കിടക്കില്ലോ. ACC എടുത്ത തീരുമാനം തിരുത്താൻ വേണ്ടി ഇവിടെ കേരളത്തിൽ ജനങ്ങളുണ്ടെന്ന് അത് തിരുത്തിച്ചോളൂ തെറ്റാണെങ്കിൽ. പക്ഷെ തീരുമാനമെടുക്കുന്നതിന് മേലെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ നമ്മൾ മിനിഞ്ഞാന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്, നമ്മൾ നാളെ വൈകുന്നേരത്തേക്ക് തീരുമാനം എടുക്കും. കാരണം എന്താണ് ചർച്ച? ACCയുടെ നേതൃത്വം മല്ലികാർജ്ജുന ഖാർഗെയും നമ്മുടെ രാഹുൽ ഗാന്ധിയും കേരളത്തിലെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ ഇൻഡിവിജ്വലായി മൊത്തത്തിൽ ഒന്നിച്ച് കണ്ടതിന് ശേഷം അവർ സന്തോഷത്തോടുകൂടി പത്രസമ്മേളനം നടത്തി അവരെ തിരിച്ച് ഇങ്ങോട്ട് വിട്ടു ഇല്ലേ? എന്നിട്ട് അവർ ഓരോരുത്തരും പറഞ്ഞെന്താണ്, ഞങ്ങളെല്ലാം ACC നേതൃത്വത്തെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. ACC നേതൃത്വം അവർ ഉടനെ തീരുമാനം പറയും എന്ന് പറയും. അവരെന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്ത് വിട്ടതിന് ശേഷം എന്താണ് 48 മണിക്കൂർ കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. ഇന്നിനി പിന്നെന്താണ് ചൊവ്വാഴ്ച നല്ല ദിവസമല്ല. നാളെ പറയാൻ വരുന്ന ന്യായീകരണങ്ങളെ കൊണ്ട് ഞെട്ടിപ്പോവാണ്. കേരളത്തിൽ ചൊവ്വാഴ്ച നല്ല ദിവസമല്ല എന്നാണ് പറഞ്ഞത്. ചൊവ്വാഴ്ച നല്ല അല്ല പറഞ്ഞോളൂ, അത് പറഞ്ഞില്ല. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ 13ാമത്തെ നമ്പർ എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. 13ാമത്തെ നമ്പർ മനസ്സിലായില്ലേ? 13ാമത്തെ നമ്പർ ആ മന്ത്രിസഭ പറയുന്ന മന്ത്രിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാം. ആ 13ാമത്തെ നമ്പർ എടുത്തിട്ട് തോമസ് ഐസക് 5 വർഷം പൂർത്തീകരിച്ചു കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്ന ന്യായീകരണങ്ങളെ ചില്ലറയായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിലപാടുണ്ടോ? നിലപാട് വെട്ടി തുറന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനും കെ സി വേണുഗോപാൽ ഇതാണോ നിലപാടെങ്കിൽ പറ. എനിക്ക് മുഖ്യമന്ത്രി ആണെന്ന് മുന്നിന്ന് പറ. അതല്ലേ ചെയ്യേണ്ടത്? എനിക്ക് മുഖ്യമന്ത്രിയാണോ? എനിക്ക് മുഖ്യമന്ത്രി ഇന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന എന്താണ് US ഇലക്ഷൻ്റെ സമയത്ത് 2 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളും അല്ല പ്രസിഡന്റ് സ്ഥാനാർത്ഥികളും വന്നിരുന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ എൻ്റെ മഹിമ ഇന്നതൊക്കെയാണ്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ ശൈലി ഇന്നതാണ്. നടത്തട്ടെ എന്ന കേരളത്തിൽ പുതിയ രാഷ്ട്രീയമല്ലേ, ശൈലി മാറട്ടെ, പുതിയ രാഷ്ട്രീയത്തിലേക്ക് കേരള ശൈലി മാറട്ടെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കെ സി വേണുഗോപാലാണോ പ്രാപ്തൻ, രമേശ് ചെന്നിത്തലയാണോ പ്രാപ്തൻ, വി ഡി സതീശനാണോ പ്രാപ്തൻ എന്ന് പറയുമല്ലോ. ആ രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇത് ഉൾപ്പോര് നടത്തിയിട്ട് സ്വന്തം അണികളെ കൊണ്ട് പോസ്റ്റ് ഇടിക്കുകയും സ്വന്തം അണികളെ കൊണ്ട് ഫേസ്ബുക്കിൽ എഴുതിക്കുകയും സ്വന്തം അണികളെ കൊണ്ടിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ ജെട്ടിവറിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കും എന്ന് വിചാരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ടല്ലോ, ഇവന്മാരെ പോലെ പൊട്ടന്മാർ ലോകത്ത് എവിടെയും ഉണ്ടാവുമോ? ഇതിന് മേലെ തീരുമാനം എടുപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന രീതിയിൽ. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം ഇതാണ് എന്ന് പറയുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് പോലും കേട്ടോ. ഇതിനേക്കാളും വലിയൊരു സൗന്ദര്യം കിട്ടാനില്ല. ഞാൻ ഒരാളെ എല്ലാം കണക്കാണ്. എങ്ങനെയാണ് ഇത്? കോൺഗ്രസിന് കുറ്റം പറഞ്ഞ കാര്യമില്ലെന്നേ ഞാൻ പറഞ്ഞത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് കേട്ടിട്ടില്ലേ? കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വർഗീയ ശക്തികൾ ഇറങ്ങും ഇല്ലേ? വർഗീയ പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങും. അതെല്ലാം സ്വാഭാവികമാണ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഇല്ല ഞാൻ പറയുന്നില്ല. കാരണം കലക്കവെള്ളമാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി എല്ലാവർക്കും എളുപ്പമാണ്. കാരണം ഒരെണ്ണത്തിന് ബോധമില്ലല്ലോ. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് മനസ്സിലായിട്ടുണ്ട്. വെള്ളം കലക്കി കഴിഞ്ഞാൽ മീനിന്റെ ബോധം മുഴുവൻ പോകും. പിന്നെ അപ്പൊ അതുപോലെ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കലക്കി കഴിഞ്ഞു മൊത്തത്തിൽ. അതിനകത്ത് വർഗീയ ശക്തികൾ ഇറങ്ങി പ്രവർത്തിക്കുന്നു. നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? അത് ആരാണ് കാണേണ്ടത്? അവിടുത്തെ മുസ്ലിം ലീഗ് മാത്രമാണോ അത് കാണേണ്ടത്? അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാത്രം? ഇത് കാണേണ്ടത് UDFന്റെ പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക് UDF ആണ്. ഈ വർഗീയ ശക്തികൾക്ക് കൊടുത്ത മറുപടിയാണ് ഈ 102 എന്ന അതിൽ തീരുമാനമെടുത്തിട്ടില്ല എങ്കിൽ. സ്മൃതിമേടെ ഒറ്റ കാര്യമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. എന്താണെന്നറിയോ? നിങ്ങൾ KPCC യോഗം ചേർന്നിട്ട് എന്താണ് സംഭവിച്ചത്? KPCC യോഗം ചേർന്നിട്ട് ഈ പറയുന്ന തീരുമാനം ഹൈക്കമാൻഡിന് വിടുന്നു. അതിനെ പിന്തുണയ്ക്കുന്ന വി ഡി സതീശൻ. മാന്യമായ കേരളം കണ്ട ഏറ്റവും സൗന്ദര്യപൂർണ്ണമായ പരിപാടിയാണത് അല്ലേ? ഒരാളെ തീരുമാനിക്കാൻ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ആരാണ്? മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും മുഴുവൻ MLA-മാരും ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നു. അത് എന്താണ്? ഹൈക്കമാൻഡാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാന്ന് പറഞ്ഞു. അത് തന്നെയാണല്ലോ ഇലക്ഷന് മുൻപും കോൺഗ്രസ് പറഞ്ഞത്. അത് തീരുമാനിക്കാൻ പറഞ്ഞു. അതിനെ വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിന്താങ്ങുന്നു. എന്നിട്ട് അത് ഡൽഹിക്ക് അയക്കുന്നു. ഡൽഹിയിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ എന്താ സമ്മർദ്ദം തുടങ്ങി. അവിടെ പൊളിഞ്ഞു ആ കാര്യം. പിന്നെ എന്താണ്? പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ
മിനിഞ്ഞാന്ന് 2 ദിവസം മുൻപ് തിരുവനന്തപുരം ഡൽഹിയിൽ ഇവരെല്ലാവരും വിളിച്ച് എല്ലാവരും അഭിപ്രായം കണ്ട് തിരിച്ച് ഇങ്ങോട്ട് വിട്ടു. എന്താണ് പറയുന്നത്, ഇനി ഒരു യുദ്ധം ഉണ്ടായിരുന്നു. പോസ്റ്റർ യുദ്ധം ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ പോസ്റ്റർ മാത്രം ഒഴിവാക്കി, സോഷ്യൽ മീഡിയയിലേക്ക് മാറി യുദ്ധം. പോസ്റ്റർ ഒഴിവാക്കിയത് ഫ്ലെക്സ് മാത്രം എടുത്ത് മാറ്റിയിട്ട് ആ യുദ്ധം സോഷ്യൽ അങ്ങനെ ജനത്തെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഒറ്റ കാര്യം അവസാനിപ്പിക്കാം. ഞാനൊരു MLA ഒരു പോസ്റ്റ് ഇട്ടു. മാധു നേരത്തെ റോജി എം ജോണിൻ്റെ പോസ്റ്റിലെ കാര്യത്തെക്കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ട്. അപ്പം ആ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് എങ്ങനെയാണെന്നറിയോ? കമൻറ്റ് വന്നിട്ട് ഒരു പോസ്റ്റിന് താഴെ കുറേ പേര് വീടിക്കും, കുറേ പേര് ആർസിക്കും, കുറേ പേര് പിന്നെ എന്താണ് ആർസിക്കല്ല രമേശ് ചെന്നിത്തലയ്ക്കും KC-ക്കും വേണ്ടിയിട്ട് വന്ന് വാദിക്കുകയാണ്. സോഷ്യൽ മീഡിയ MLA പോസ്റ്റിന് താഴെയാണ്. ഇതിന് വഴി വെച്ച് കൊടുക്കുന്ന ആരാ? വഴിയെടുത്ത് UDF നേതാക്കന്മാരല്ലേ. കേരളത്തിൽ മുഖ്യമന്ത്രി വേണമല്ലോ, മുഖ്യമന്ത്രി വേണം. എന്നിട്ട് ദീപാദാസ് മുൻഷി വന്നിട്ട് പറയുന്നതാണ് അതിനേക്കാളും വലിയ രസം 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം കേരളത്തിൽ 102 സീറ്റിൽ അധികാരത്തിൽ അവരെത്രത്തോളം കേപ്പബിൾ ആയിരുന്നു എന്നതിന്റെ ഏറ്റവും ദുരന്തം ഞാൻ പറയുന്നത്. കോൺഗ്രസ് 102 സീറ്റിൽ ഒരു അധികാരത്തിൽ 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ 23-ാം തീയതി വരെ സമയം വേണമെന്ന് ജനത്തെ പരിഹസിക്കലാണ്. അത് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയും നീളില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. Meet the editors.